CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയെ അറിയില്ലെന്ന് ത്രിപുര മുൻ മുഖ്യമന്ത്രിയും ലോക്സഭാംഗവുമായ ബിപ്ലബ് കുമാർ ദേബ്. അതാരാണെന്ന് ഗൂഗിളിൽ തിരയേണ്ട സ്ഥിതിയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ രാജ്യത്ത് അറിയപ്പെടുന്നവരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. किंतु लीडरशिप इसको नहीं, लीडरशिप का एक परिचिति होता है, परसेप्शन होता है. पूरे देश में कम्युनिस्ट के कोई ऐसा लीडर आज के नहीं है जिसको पूरा देश पहचानता है. जैसे नरेंद्र भाई मोदी भारतीय जनता पार्टी के पास, अमित भाई शाह है, योगी आदित्यनाथ, इनको लोग जानता है, पहचानता है, कहीं भी खड़ा हो जाए. किंतु अभी जिनको उन्होंने अपने पार्टी के सर्वबृहत पोस्ट में बैठाया है, केरला से है, मैं खुद भी तो उनको नहीं जानता. तो मैं MP होने के बाद, मैं पूर्व मुख्यमंत्री होने के बाद नहीं जानता हूँ. जरूर गूगल में चेक करके देखूंगा. हाँ, वो क्वालिफाइड व्यक्ति हो सकता है, पार्टी के लॉयल व्यक्ति हो सकता है, संगठन का व्यक्ति हो सकता है, किंतु इनका परिचिति पूरे देश में नहीं है. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, CPMനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ എടുത്തുകാട്ടാനില്ല എന്നുള്ള പരാമർശമാണോ ബിപ്ലബ് കുമാർ ദേബിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? രോഹിണി, അതുതന്നെയാണ്. CPIM എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരളയാണ് എന്നാണ് ബിപ്ലബ് കുമാർ ദേവ് പറയുന്നത്. അതായത് അദ്ദേഹം അതൊരു പരിഹാസ രൂപേണ പറഞ്ഞതല്ല, മറിച്ച് പുതിയ CPMന്റെ ജനറൽ സെക്രട്ടറിയെ അറിയാമോ എന്ന് ത്രിപുരയിലെ മാധ്യമങ്ങൾ ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി തന്നെ അതിനൊരു മറുപടി പറഞ്ഞതാണ്. അതായത് തനിക്ക് അറിയില്ല, കാരണം MA ബേബി എന്നൊരു ആളിനെ പറ്റി അദ്ദേഹം കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം ഇങ്ങനൊരു നേതാവിനെ പറ്റി, അല്ലാണ്ട് തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ബിപ്ലബ് കുമാർ ദേവ് പറഞ്ഞൊരു കാര്യം, ഈ പാർട്ടികളുടെ നേതാക്കൾ, കാരണം CPM പേരിനെങ്കിലും അതൊരു ദേശീയ പാർട്ടിയാണ്, അപ്പോൾ ആ പാർട്ടിയുടെ തലപ്പത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരാളായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ കൃത്യമായൊരു കാര്യമാണ്. അതിന് ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നരേന്ദ്ര മോദി, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ, ഒപ്പം യോഗി ആദിത്യനാഥ്, ഇങ്ങനെയുള്ള നേതാക്കളെ പൊതുജനങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ധാരാളമുണ്ട്, അതിൻ്റെയൊക്കെ ദേശീയ അധ്യക്ഷന്മാരെ പൊതുവെ ആളുകൾക്കറിയാം. പക്ഷേ CPMന്റെ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി വന്നിരിക്കുന്ന വ്യക്തിയെ ആളുകൾക്ക് അറിയില്ല. അതിനാൽ ഗൂഗിളിൽ താൻ സെർച്ച് ചെയ്ത് നോക്കും എന്നാണ് ഇപ്പോൾ ബിപ്ലബ് കുമാർ ദേവ് വ്യക്തമാക്കുന്നത്. ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കാരണം തന്നെ ത്രിപുരയിൽ നിന്നുള്ള നേതാവാണല്ലോ ബിപ്ലബ് കുമാർ ദേവ്. കാരണം CPMനെ സംബന്ധിച്ച് 19 വർഷം അടുപ്പിച്ച് ഭരിച്ച ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല, ത്രിപുരയിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട ഫൈറ്റ് BJPയും CPMും തമ്മിലാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ പുതിയ CPMന്റെ ജനറൽ സെക്രട്ടറിയെ താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം പറയാമെന്നായിരുന്നു. രോഹിണി. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.